എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മുംബൈയിലെ ഐതിഹാസികമായ വാംഖഡെ സ്റ്റേഡിയത്തിൽ ഇന്നലെ രാത്രി സംഭവിച്ചത് വെറുമൊരു ക്രിക്കറ്റ് മത്സരമായിരുന്നില്ല, മറിച്ച് ലോക ക്രിക്കറ്റിനെ ഒന്നാകെ പിടിച്ചുകുലുക്കിയ ഒരു വമ്പൻ ഭൂകമ്പമായിരുന്നു. 2026 T20 ലോകകപ്പിന്റെ രണ്ടാം സെമിഫൈനലിൽ 254 റൺസ് എന്ന ഹിമാലയൻ ലക്ഷ്യത്തിനു മുന്നിൽ ലോക ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ട് ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്ന അത്ഭുത കാഴ്ചയാണ് നാം കണ്ടത്. എന്നാൽ മത്സരശേഷം നടന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ലോകമെമ്പാടും വലിയ ചർച്ചയായിരിക്കുന്നത്. ഈ ദയനീയ പരാജയത്തിനു ശേഷം ഇംഗ്ലണ്ടിന്റെ യുവനായകൻ ഹാരി ബ്രൂക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ തുറന്നു പറച്ചിലുകൾ കേട്ടാൽ ഏതൊരു ക്രിക്കറ്റ് ആരാധകനും ഞെട്ടിപ്പോകും. തോൽവിയുടെ ആഴവും തകർന്നടിഞ്ഞ സ്വപ്നങ്ങളുടെ വേദനയും ബ്രൂക്കിന്റെ മുഖത്ത് വ്യക്തമായിരുന്നു. ലോകത്തിന്റെ മുന്നിൽ വെച്ച് സ്വന്തം ടീമിന്റെ നാണം കെട്ട തോൽവി സമ്മതിച്ച ബ്രൂക്ക് ആ വേദിയിൽ വെളിപ്പെടുത്തിയ ആ 3 മാരകമായ തെറ്റുകൾ ഏവരെയും അമ്പരപ്പിക്കുന്നതായിരുന്നു. മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ തൊണ്ടയിടറിയും ശബ്ദം വിറച്ചുമാണ് ബ്രൂക്ക് സംസാരിച്ചു തുടങ്ങിയത്. യാതൊരു മടിയും കൂടാതെ അദ്ദേഹം ആദ്യമേ പറഞ്ഞു, ബാറ്റിംഗ് ആയാലും ബൌളിംഗ് ആയാലും ഫീൽഡിംഗ് ആയാലും ഇന്ത്യ ഇന്ന് ഞങ്ങളെക്കാൾ 1000 മടങ്ങ് മികച്ചതായിരുന്നു എന്ന് തുറന്ന് സമ്മതിക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ലോകകപ്പ് സെമിഫൈനൽ പോലൊരു ഹൈ വോൾട്ടേജ് പോരാട്ടത്തിൽ പരിചയസമ്പന്നരായ കളിക്കാരുടെ പോലും നെഞ്ചിടിപ്പ് കൂടുന്ന ആ വൻ സമ്മർദ്ദത്തിനിടയിലും ഇന്ത്യൻ ബാറ്റർമാർ, പ്രത്യേകിച്ച് സഞ്ജു സാംസൺ കാഴ്ചവെച്ച നിർഭയവും ആക്രമണോത്സുകവുമായ ബാറ്റിംഗ് ഒരു യഥാർത്ഥ മാസ്റ്റർ ക്ലാസ് തന്നെയായിരുന്നുവെന്ന് ബ്രൂക്ക് വിശേഷിപ്പിച്ചു. ആദ്യ ഓവർ മുതൽ തന്നെ ഇന്ത്യ നടത്തിയ ആ കടന്നാക്രമണത്തിൽ തങ്ങൾക്ക് ശ്വാസം വിടാൻ പോലും സമയം കിട്ടിയില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു. തുടർന്ന് സ്വന്തം ബൌളർമാരെ പരസ്യമായി തന്നെ ബ്രൂക്ക് പ്രതികൂട്ടിൽ നിർത്തി. വളരെ രൂക്ഷവും കൈപ്പേറിയതുമായ വാക്കുകളിലൂടെയാണ് അദ്ദേഹം ബൌളർമാരുടെ ദിശാബോധമില്ലാത്ത പ്രകടനത്തെ കീറിമുറിച്ചത്. ഇന്ന് ഞങ്ങളുടെ ബൌളർമാർ ടീം മാനേജ്മെന്റിനെയും രാജ്യത്തെയാകെ നാണം കെടുത്തി. വാംഖഡയിലെ ചെറിയ മൈതാനത്തും വേഗമേറിയ ഔട്ട്ഫീൽഡിലും 1 ഇഞ്ച് പോലും പിഴയ്ക്കാൻ പാടില്ലായിരുന്നു. എന്നാൽ കൃത്യമായ തന്ത്രങ്ങളോടെ പന്തെറിയുന്നതിനു പകരം ഇന്ത്യൻ ബാറ്റർമാർക്ക് യഥേഷ്ടം അടിച്ചു തകർക്കാൻ പാകത്തിനുള്ള പന്തുകളാണ് അവർ നൽകിയത് എന്ന് ബ്രൂക്ക് രോഷത്തോടെ പറഞ്ഞു. സഞ്ജു സാംസണെയും ഇഷാനെയും പോലുള്ള രക്തദാഹികളായ ബാറ്റർമാർക്ക് മോശം പന്തുകൾ നൽകിയാൽ അവർ പിച്ച് ചീന്തും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഇന്നലത്തെ മത്സരം. ഇംഗ്ലണ്ടിന്റെ പ്ലാൻ എ പൊഴിഞ്ഞപ്പോൾ പകരമൊരു തന്ത്രം പോലും അവരുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ടീമിന് പകരം ഒരു ഗലിക്കൂട്ടത്തെ പോലെയാണ് ഇംഗ്ലണ്ട് ആ സമയത്ത് പതറിയത്. ബ്രൂക്കിന്റെ കടുത്ത നിരാശയ്ക്ക് മറ്റൊരു പ്രധാന കാരണം പരിചയസമ്പന്നരായ ഓപ്പണർമാരായ ഫിൽ സോൾട്ടിന്റെയും ജോസ് ബട്ട്ലറുടെയും തുടർച്ചയായ പരാജയമായിരുന്നു. ടൂർണമെന്റിലുടനീളം ഫോം കണ്ടെത്താൻ വിഷമിച്ച ഇരുവരും സെമിഫൈനലിലും വൻ ദുരന്തമായി മാറി. 254 റൺസ് പിന്തുടരുമ്പോൾ വിശ്വസ്തരായ ഓപ്പണർമാർ റൺസ് ഒന്നും എടുക്കാതെ കൂടാരം കയറിയാൽ മത്സരം അവിടെ വെച്ച് തന്നെ അവസാനിച്ചുവെന്ന് ബ്രൂക്ക് സങ്കടത്തോടെ പറഞ്ഞു. മുന്നണി തകർന്നടിഞ്ഞതിനു ശേഷം സമ്മർദ്ദം താങ്ങാൻ ശേഷിയില്ലാത്ത യുവതാരങ്ങളിൽ നിന്ന് എന്തെങ്കിലും അത്ഭുതം പ്രതീക്ഷിക്കുന്നത് വലിയ അസംബന്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാംഖഡയിലെ സമ്മർദ്ദത്തിനു മുന്നിൽ ഇംഗ്ലണ്ട് സാങ്കേതികമായി മാത്രമല്ല മാനസികമായും പൂർണ്ണമായും തകർന്നുപോയി എന്ന് അദ്ദേഹം സമ്മതിച്ചു. എന്നാൽ ഈ സംസാരത്തിനിടയിലെ വൈകാരികവും ഞെട്ടിക്കുന്നതുമായ നിമിഷം വന്നത് ബ്രൂക്ക് തന്റെ സ്വന്തം പിഴവിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ്. സംസാരത്തിനിടയിൽ ബ്രൂക്കിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. കാരണം മറ്റൊന്നുമായിരുന്നില്ല, ഇന്നിംഗ്സിന്റെ തുടക്കത്തിൽ തന്നെ അതിമാരക ഫോമിൽ കളിക്കുന്ന മലയാളി താരം സഞ്ജു സാംസണിന്റെ ഒരു അനായാസ ക്യാച്ച് ബ്രൂക്ക് നിലത്തിട്ടിരുന്നു. വിതുമ്പിക്കൊണ്ട് ബ്രൂക്ക് പറഞ്ഞു, ഇന്നെനിക്ക് ഉറങ്ങാൻ കഴിയില്ല. സഞ്ജുവിനെ പോലെ അപകടകാരിയായ ഒരു കളിക്കാരന്റെ ക്യാച്ച് കൈവിട്ടത് എന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. ഞാൻ സ്വന്തം കാലിലാണ് മഴുവെറിഞ്ഞത്. ആ ഒറ്റ ക്യാച്ചാണ് ഇന്ത്യയുടെ തലവര മാറ്റിയത്. ആ ജീവദാനം സഞ്ജുവിന് നൽകിയ ആത്മവിശ്വാസം ചെറുതായിരുന്നില്ല. അവിടെ നിന്നങ്ങോട്ട് സഞ്ജു സാംസൺ എന്ന കൊടുങ്കാറ്റ് ഇംഗ്ലീഷ് ബൌളർമാരെ ഒരു ദയയുമില്ലാതെ പ്രഹരിക്കുകയായിരുന്നു. ആ ഒറ്റ ക്യാച്ച് വെറുമൊരു ക്യാച്ചായിരുന്നില്ല, മറിച്ച് ഇംഗ്ലണ്ടിനെ ലോകകപ്പിൽ നിന്ന് പുറത്താക്കിയ ടേണിംഗ് പോയിന്റായിരുന്നുവെന്ന് നായകൻ തന്നെ വിതുമ്പലോടെ സമ്മതിച്ചു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് ആദ്യ പവർ പ്ലേയിൽ 68 റൺസ് അടിച്ചെടുത്തെങ്കിലും ആ ആവേശത്തിൽ 3 നിർണായക വിക്കറ്റുകൾ അവർക്ക് നഷ്ടമായി. ബുംറയുടെയും ഹർദിക് പാണ്ഡ്യയുടെയും തീ തുപ്പുന്ന പന്തുകൾക്കു മുന്നിൽ തങ്ങൾക്ക് ഉത്തരമില്ലായിരുന്നുവെന്ന് ബ്രൂക്ക് വ്യക്തമാക്കി. മാനസികമായി ഇന്ത്യ തങ്ങളെ എത്രത്തോളം തളർത്തിയെന്നതിന്റെ തെളിവായിരുന്നു അത്. തന്റെ വാർത്താസമ്മേളനം അവസാനിപ്പിക്കുന്നതിനു മുൻപ് ബ്രൂക്ക് പറഞ്ഞ ഒരു കാര്യം വാംഖഡയിലെ കാണികളുടെ മാത്രമല്ല 140 കോടി ഇന്ത്യക്കാരുടെയും രോമാഞ്ചമായി മാറി. സ്റ്റേഡിയം മുഴുവൻ കരഘോഷം മുഴക്കിയ ആ വാക്കുകൾ ഇതായിരുന്നു: ഇന്ത്യ അവിശ്വസനീയമായി മഹത്തമായൊരു ടീമാണ്. സ്വന്തം മണ്ണിൽ അവരുടെ പിച്ചിൽ ലക്ഷക്കണക്കിന് വരുന്ന ആരാധകർക്ക് മുന്നിൽ ഇന്ത്യയെ തോൽപ്പിക്കുക എന്നത് ഇന്ന് ലോകത്തൊരു ടീമിനും സാധിക്കാത്ത കാര്യമാണ്. ഈ കിരീടം ഉയർത്താൻ പൂർണ്ണ യോഗ്യത അവർക്ക് മാത്രമാണ്.
പരാജയപ്പെട്ട ഒരു ക്യാപ്റ്റന്റെ വായിൽ നിന്ന് എതിർ ടീമിനെക്കുറിച്ച് ഇത്രയും മഹത്തായ വാക്കുകൾ കേൾക്കുന്നത് തന്നെയാണ് ഈ കളിയുടെ ഏറ്റവും വലിയ സൗന്ദര്യം. എന്തായാലും ഇനി നിങ്ങൾ പറയുക, ആ തുടക്കത്തിൽ തന്നെ സഞ്ജു സാംസണിന്റെ ക്യാച്ച് ബ്രൂക്ക് എടുത്തിരുന്നെങ്കിൽ ഇന്നലത്തെ കളിയുടെ ഗതി മറ്റൊന്നായിരുന്നു. സഞ്ജു വീണിരുന്നെങ്കിൽ ഇംഗ്ലണ്ട് മത്സരത്തിലേക്ക് തിരിച്ചുവരുമായിരുന്നു. അതുപോലെ സ്വന്തം മണ്ണിൽ ഇന്ത്യയെ തോൽപ്പിക്കാൻ ഇനി ലോകത്തൊരു ടീമിനും കഴിയില്ല എന്ന ഹാരി ബ്രൂക്കിന്റെ വാക്കുകളോട് നിങ്ങൾ 100% യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ വിലയേറിയതും തീപ്പൊരിയുമായ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ടീം ഇന്ത്യ അൺസ്റ്റോപ്പബിൾ എന്നും റെസ്പെക്ട് ഫോർ ഹാരി ബ്രൂക്ക് എന്നും എഴുതി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.